ഹലോ എവ്രി വൺ, എല്ലാവർക്കും സ്പെക്വി ഓട്ടോമേഷൻസിന്റെ ഓൺലൈൻ റോബോട്ടിക്സ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത് മുകുന്ദൻ, കോണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് ഫൗണ്ടർ ഓഫ് സ്പെക്വി ഓട്ടോമേഷൻസ് LLP. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഉള്ളത് റോബോട്ടിക്സ് പഠിക്കാനാണ് അല്ലേ? അപ്പോൾ റോബോട്ടിക്സ് പഠിക്കുന്നതിന് മുന്നേ ആദ്യം റോബോട്ടിക്സ് എന്താണെന്ന് നമ്മൾ പഠിക്കണം, ശരിയല്ലേ? അപ്പോൾ റോബോട്ടിക്സ് എന്താണെന്നത് ഏറ്റവും എളുപ്പമുള്ള ഭാഷയിൽ ഏറ്റവും എളുപ്പമുള്ള രീതിക്ക് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഓറിയൻറ്റഡ് ആയിരിക്കും, പ്രോജക്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. അല്ലാതെ തിയററ്റിക്കലി നമ്മൾ പഠിച്ച് എന്താ പറയുക ആ ഒരു രീതിയിലേക്കല്ല നമ്മുടെ ഈ ഒരു ക്ലാസ് മുഴുവനായിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഓരോ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സാമിന് എഴുതാൻ ഉള്ള രീതിയിലായിരിക്കില്ല എക്സ്പ്ലെയിൻ ചെയ്യുക, നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള രീതിക്കായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുക. കാരണം ഇനി അങ്ങോട്ട് ഇൻഡസ്ട്രികൾ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, റിയൽ ടാലൻ്റ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ സ്കില്ലുള്ള ആൾക്കാരെയാണ് ഇൻഡസ്ട്രിക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ സ്കിൽഫുൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ റോബോട്ടിക്സിനെ നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ റോബോട്ടിക്സ് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. റോബോട്ടിക്സ് ഒരു ബ്രാഞ്ചാണ്, എന്തിൻ്റെ, സയൻസിൻ്റെ, ടെക്നോളജിയുടെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ബ്രാഞ്ചാണ് ദാറ്റ് ഡീൽസ് വിത്ത് റോബോട്ട്സ്. അതായത് റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ റോബോട്ടുകളുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്, അല്ലെങ്കിൽ റോബോട്ടുകളെ പറ്റി പഠിക്കുന്ന, റോബോട്ടുകളെ നിർമ്മിക്കുന്ന, റോബോട്ടുകൾ വെച്ച് പല പല പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന സയൻസിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഒരു ബ്രാഞ്ചാണ് എന്ത്, റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയും മാത്രം നമ്മൾ എന്താണ് റോബോട്ടിക്സ് എന്നുള്ളതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ പല എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിൻ്റെ ഒരു മിക്സ്ചറാണ്. അതായത് ഇലക്ട്രോണിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്സ് ഉണ്ട്, അതുപോലുള്ള ഇത് മൂന്നാണ് മെയിന്. പിന്നെ അതിൻ്റെ കൂടെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള, അതായത് പല എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിൻ്റെ ഒരു മിക്സ്ചർ കൂടിയാണ് റോബോട്ടിക്സ്. മെയിനായിട്ട് മെക്കാനിക്കലും ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇത് മൂന്നിൻ്റെയും കൂടി ഒരു മിക്സ്ചറാണ് എന്ത്, റോബോട്ടിക്സ്. അപ്പോൾ നമ്മൾ റോബോട്ട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ റോബോട്ട്, അല്ലെങ്കിൽ സോഫിയ റോബോട്ട്. അതുപോലെ തന്നെ ഹ്യൂമനോയിഡ് റോബോട്ട്സ് ആണ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരിക, അല്ലേ? അതായത് മനുഷ്യനെ പോലെ ഇരിക്കുന്ന, മനുഷ്യൻ്റെ രൂപമുള്ള റോബോട്ട്സ് ആണ് റോബോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരിക. പക്ഷെ ആക്ച്വലി റോബോട്ടുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ രൂപത്തിലുള്ളത് മാത്രമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. റോബോട്ടുകൾ പട്ടിയുടെ രൂപത്തിലുണ്ട്, പല പല മൃഗങ്ങളുടെ രൂപത്തിൽ, ഇൻസെക്റ്റിൻ്റെ രൂപത്തിലുണ്ട്, അതുപോലെ ബട്ടർഫ്ലൈൻ്റെ രൂപത്തിലുണ്ട്, നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ മൈന്യൂട്ട് റോബോട്ടുകൾ വരെ ഉണ്ട്. ഇതൊന്നും കൂടാതെ 4 വീലർ ടൈപ്പ് റോബോട്ടുകളുണ്ട്. 4 വീലർ ടൈപ്പ് റോബോട്ടുകൾ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ടെസ്ല കമ്പനി ഇറക്കുന്ന കാറുകളിലെ സെൽഫ് ഡ്രൈവിംഗ് കാർസ്, അത് റോബോട്ടാണ് ആക്ച്വലി. അതായത് അത് സെൽഫ് ഡ്രൈവാണ് ചെയ്യുന്നത്, സ്വയം നാവിഗേറ്റ് ചെയ്ത് സ്വയം ഡ്രൈവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, ഒരു 4 വീലർ റോബോട്ടാണ്. അപ്പോൾ 4 വീലർ റോബോട്ട്സ് ഉണ്ട്, ഇൻസെക്ട്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂമനോയിഡ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള റോബോട്ട്സ് ഉണ്ട്. റോബോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ഓഫ് മെക്കാനിക്സ് ആണ്, ഇലക്ട്രോണിക്സ് ആണ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ഓവർവ്യൂ മനസ്സിൽ വെക്കുക. നമ്മളിത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഈ ഒരു ഓവർവ്യൂ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റോബോട്ടിക്സ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ റോബോട്ടിക്സിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കിട്ടിയല്ലോ. ഇനിയിപ്പോൾ റോബോട്ടിക്സിൻ്റെ ചാൻസസ് എന്താണ്, ഇൻഡസ്ട്രി ചാൻസസ് എന്താണ്, ബിസിനസ് ചാൻസസ് എന്താണ്, പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ മുന്നേ, റോബോട്ടിക്സിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെയിനായിട്ട് 3 ബ്രാഞ്ചസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് മെക്കാനിക്കലാണ്, ഒന്ന് ഇലക്ട്രോണിക്സ് ആണ്, ഒന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഒരു ബിഗിനർ റോബോട്ടിക്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിക്ക് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇലക്ട്രോണിക്സിലാണ്. കാരണം ഇലക്ട്രോണിക്സ് ഇല്ലെങ്കിൽ ഒരു റോബോട്ട് ഇല്ല എന്ന് തന്നെ പറയും. 3 ഇല്ലെങ്കിൽ റോബോട്ട് ഇല്ല. എന്നാലും മെക്കാനിക്സ് നമ്മൾക്ക് പഠിച്ചില്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ബിഗിനർ പ്രൊജക്റ്റുകൾക്ക്, നമ്മൾ ചെയ്യുന്ന ബിഗിനർ പ്രൊജക്റ്റുകൾക്ക് മെക്കാനിക്സിൻ്റെ അധികം ഒരു ഇൻ്റർഫറൻസ് ഇല്ല. മെക്കാനിക്സ് നമ്മളിപ്പോൾ അധികം പഠിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഒന്ന് ഇലക്ട്രോണിക്സും ഒന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കോഡിങ് ചെയ്യാനുണ്ട്. കോഡിങ് കേട്ടിട്ടുണ്ടാവില്ലേ, കോഡിങ്, പ്രോഗ്രാമിങ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനൊക്കെ മുന്നേ നമുക്ക് ആദ്യം ഇലക്ട്രോണിക്സ് പഠിക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലാസ്സിൽ മെജോറിറ്റി ബേസിക് ഇലക്ട്രോണിക്സ് അറിയാത്ത ആൾക്കാരായിരിക്കും. ബേസിക് ഇലക്ട്രോണിക്സ് അറിയാത്തത് ഒരു പ്രശ്നമല്ല. ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ബേസിക് ഇലക്ട്രോണിക്സ് അറിയാൻ വേണ്ടി സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ അത്രയും പാഷനറ്റ് ആയിരിക്കണം. സോ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ എളുപ്പത്തിൽ തലയിൽ കയറുന്ന സാധനമല്ല.
അല്ലാതെ ആ ഒരു ഇൻട്രസ്റ്റിൽ പഠിച്ചാൽ മാത്രം തലയിൽ കയറുന്ന ഒരു സബ്ജക്റ്റാണ് ഇത് ഈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇലക്ട്രോണിക്സിനെ, അതായത് ചില ആൾക്കാർക്ക് വളരെ പ്രശ്നം പിടിച്ച ഇലക്ട്രോണിക്സിനെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, ബേസിക് ഇലക്ട്രോണിക്സ് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഞാൻ ചില ടേംസ് പറയും. ആ ടേംസ് നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ആക്ച്വൽ അർത്ഥം എന്താണെന്ന് പല ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. വോൾട്ടേജ്. രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. പിന്നെ പവർ. ഈ ഒരു 3 ടേമും നിങ്ങൾ എപ്പോഴെങ്കിലും ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇലക്ട്രോണിക്സ് അറിയാത്ത ഒരാൾ ഇത് യൂസ് ചെയ്യുന്നതും ഇലക്ട്രോണിക്സ് അറിയുന്ന ആൾ യൂസ് ചെയ്യുന്നതും വലിയ വ്യത്യാസം ഉണ്ടാവും. എന്താണ് വോൾട്ടേജ്, എന്താണ് കറണ്ട്, എന്താണ് പവർ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി പഠിക്കാം. അതിനൊക്കെ മുന്നേ ആയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി എന്താണെന്ന് അറിയാം. ഇലക്ട്രിസിറ്റി എന്താണെന്ന് അറിയാം. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ സിംപ്ലി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ചാർജ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനെപ്പറ്റി ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട ടേംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് വോൾട്ടേജ്, പിന്നെ ഒന്ന് കറണ്ട്, പിന്നെ റെസിസ്റ്റൻസ്, പവർ, ഇതുപോലത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് വോൾട്ടേജിൽ സ്റ്റാർട്ട് ചെയ്യാം. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒരു സർക്യൂട്ടിലൂടെ അല്ലെങ്കിൽ ഒരു വയറിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ചാർജ് പാസ് ചെയ്യാമെന്ന് വിചാരിക്കും ഒരു വയറിലൂടെ. അപ്പോൾ അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം ഫോഴ്സിലാണത് പാസ് ചെയ്യുന്നത് എന്നതിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഈ വാട്ടർ ടാങ്കിൽ നിന്ന് ഒരു പൈപ്പ് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പൈപ്പിലൂടെ എത്ര ഫോഴ്സിലാണ് വെള്ളം വരുന്നത് എന്നതിനെ നമുക്ക് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യാം. മനസ്സിലായില്ലേ? എത്രത്തോളം ഫോഴ്സിലാണ് വരുന്നത് എന്ന് വെച്ചാൽ അതാണത് വോൾട്ടേജ്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പിൻ്റെ തിക്നെസ് നമ്മൾ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിനകത്ത് നിന്ന് വരുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ടാവും അല്ലേ? ആ ഒരു ക്വാണ്ടിറ്റീനെ നമുക്ക് എന്ത് പറയാം? കറണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ കറണ്ടുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. മനസ്സിലായില്ലേ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു വയറിലൂടെ ഒരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യണം, ഒരു ഇലക്ട്രിക് ചാർജ് പാസ് ചെയ്യുകയാണെങ്കിൽ അത് എത്രത്തോളം ഫോഴ്സിൽ പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത്? വോൾട്ടേജ്. അതുപോലെ തന്നെ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് കറണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട രീതിയിലാണ് പറഞ്ഞത്. ഇതിൻ്റെ എന്താണ് ട്രൂ ഡെഫിനിഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാനുള്ള കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇനി മൂന്നാമത്തെ ടേമാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാർജിന് ആ ഒരു വയറിലൂടെ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് എന്താണ്, ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വാട്ടർ ടാങ്കിൽ നിന്ന് ഒരു 3 ഇഞ്ച് പൈപ്പിലൂടെയാണ് വെള്ളം വരുന്നതെന്ന് വിചാരിക്കും. ഞാൻ എന്നൊരു റെഡ്യൂസർ ഇട്ട് 1.5 ഇഞ്ചിലേക്ക് കുറച്ചു. 3 ഇഞ്ച് പൈപ്പിലൂടെ വന്നുകൊണ്ടിരുന്ന വെള്ളം 1.5 ഇഞ്ച് പൈപ്പിലൂടെ വരും ഇല്ല. അവിടെ അതിനൊരു റെസിസ്റ്റൻസ് അനുഭവപ്പെട്ടു. ആ സെയിം റെസിസ്റ്റൻസ് തന്നെ ഒരു വയറിൽ വരുന്ന സമയത്താണ് എന്ത് നമുക്ക് പറയാം? റെസിസ്റ്റൻസ് എന്നുള്ള ടേമിനെ നമുക്ക് എന്ത് ചെയ്യും? കമ്പയർ ചെയ്യാം. റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഒരു സർക്യൂട്ടിൽ വരുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഒരു തിക്കായിട്ടുള്ള വയറും തിന്നായിട്ടുള്ള വയറും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തിക്കായിട്ടുള്ള വയറിലൂടെ ആയിരിക്കും കൂടുതൽ കറണ്ട് പാസ് ചെയ്യും. തിന്നായിട്ടുള്ള വയറിലൂടെ വളരെ കുറച്ച് മാത്രമേ പാസ് ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അതിനെയാണ് എന്ത് പറയാം? നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയാം. ആ ഒരു ചാർജിന് ആ വയറിലൂടെ കടന്നു പോകാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? റെസിസ്റ്റൻസ് എന്ന് പറയാം. ഇനി ഇതൊക്കെ നമ്മൾ എന്തിനാണ് അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന റോബോട്ടിക്സിൽ നമ്മൾ പല പല സർക്യൂട്ടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ പല പല സർക്യൂട്ടുകളിലും പല പല വോൾട്ടേജസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, പല പല കറണ്ട് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഈ വോൾട്ടേജും കറണ്ടും കൺട്രോൾ ചെയ്യാൻ നമ്മൾ പല ടൈപ്പ് റെസിസ്റ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന കോമ്പണൻ്റ് ആണ്. ഇതിനെപ്പറ്റി നമുക്ക് പറയാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ 2 ടേംസ് ആണ് AC, DC. AC എന്ന് പറഞ്ഞാൽ എയർ കണ്ടീഷണർ അല്ല, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ DC കറണ്ടിന് കറക്റ്റായിട്ടൊരു എന്തുണ്ട്? പൊളാരിറ്റി ഉണ്ട്. പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയുണ്ട്. എന്നാൽ AC കറണ്ടിന് പോസിറ്റീവ് നെഗറ്റീവ് എന്നില്ല. ഓക്കെ, അതാണ് മേജർ ഡിഫറൻസ്. അത് അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മുടെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ വോൾ സോക്കറ്റിലൂടെ കിട്ടുന്ന വോൾട്ടേജ് എത്രയാണ്? 220 മുതൽ 240 വോൾട്ട് വരെയാണ് അല്ലേ? അറിയോ? 220 മുതൽ 240 വോൾട്ട് വരെയാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള
ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആണ് നമ്മൾ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിലും കൂടുതൽ വോൾട്ടേജ് അതിന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓഫ് കോഴ്സ് ആ ഒരു മെഷീൻ കേടായിപ്പോവും. ഏതൊരു മെഷീൻ ആണെങ്കിലും അത് കേടായിപ്പോവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് എന്താണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ടും അതുപോലെ തന്നെ വോൾട്ടേജും അതുപോലെ തന്നെ നമ്മുടെ മെഷീൻസും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു സന്ദർഭം എന്ന് പറഞ്ഞാൽ ട്രെയിനുകളിലെ ഫാൻ, ലൈറ്റ്, അതുപോലെ തന്നെ ചാർജിങ് പോർട്ട്, ഇതിലൊക്കെ വരുന്നത് 110 വോൾട്ടാണ്. ഇത് പല ആൾക്കാർക്കും അറിയില്ല. അതായത് നമ്മുടെ വീട്ടിലെ വോൾ പ്ലഗിൽ വരുന്നത് 230 വോൾട്ട് ആണെങ്കിൽ ട്രെയിനിലെ വോൾ പ്ലഗിൽ വരുന്നത് 110 വോൾട്ടാണ്. അങ്ങനെ ഒരു ഡിഫറൻസ് കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ 110 വോൾട്ടിൽ മാത്രം പ്രവർത്തിക്കാനുള്ള രീതിയിലാണ് ആ ഫാനും ലൈറ്റും ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് കൊണ്ടുവന്ന് നമ്മുടെ വോൾ പ്ലഗിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, അത് ഡാമേജ് ആയി പോകും, അത് വർക്ക് ചെയ്യില്ല. അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റംസിന്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ റോബോട്ടിക്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കോമ്പോണൻസ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യും. പല കോമ്പോണൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോമ്പോണൻസിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു വോൾട്ടേജ് റേറ്റിംഗ് അതിന് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. 3.3 വോൾട്ട് ആണെങ്കിൽ അത് 5 വോൾട്ട് ആണെങ്കിൽ അങ്ങനെ, 12 വോൾട്ട് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ പറഞ്ഞ വോൾട്ടേജിന് മുകളിലേക്കുള്ള ഒരു വോൾട്ടേജ് നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡെഫിനറ്റ്ലി ആ ഒരു ഡിവൈസ് കേടായി പോവുകയായിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? ആ ഒരു ഡിവൈസ് കേടായി പോകും. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത്. പിന്നെ കറണ്ട് എന്ന് പറഞ്ഞ ടേമിന് ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു മോട്ടർ കണക്ട് ചെയ്യണം. മോട്ടർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മൾ ഫാനിലും ഫാനിലൊക്കെ യൂസ് ചെയ്യുന്ന മോട്ടർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം പമ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മോട്ടർ. അപ്പോൾ അങ്ങനെയുള്ള മോട്ടറുകൾക്കൊക്കെ ആവശ്യമുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ ലെവൽ ഓഫ് കറണ്ട് ആയിരിക്കും. നമ്മുടെ ബൾബുകൾക്ക് ആവശ്യമുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലോ ലെവലായിരിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു മോട്ടറിലേക്ക് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് അത്രയും കറണ്ട് കൂടെ സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റണം, എന്നാൽ മാത്രമേ അത് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ ഒരു ബൾബിലേക്ക് നമ്മൾ സെയിം വോൾട്ടേജ് കൊടുക്കുന്ന സമയത്തും കറണ്ട് കുറച്ച് കുറവുള്ള സപ്ലൈ ആണെങ്കിൽ പ്രശ്നമില്ല. മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ 230 വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ഈ സെയിം 230 വോൾട്ട് നമ്മൾ ഫാനിലും ലൈറ്റിലും ഇനി മോട്ടറിലും കൊടുത്തു കഴിഞ്ഞാലും ഈ ഓരോ ഡിവൈസും അതിനാവശ്യമുള്ള കറണ്ട് അതിനകത്ത് നിന്ന് വിഡ്രോ ചെയ്ത് എടുക്കും. മനസ്സിലായോ? അങ്ങനെ ഒരു കാര്യം കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ പക്ഷെ എന്താണ്, അത്രയും സപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മോട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടി വളരെ തിന്നായിട്ടുള്ള ഒരു വയറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് വർക്കാവില്ല, അല്ലെങ്കിൽ ആ വയർ കരിഞ്ഞു പോകും. കാരണം എന്താണ്, അത്രത്തോളം കറണ്ട് പാസ് ചെയ്യണം അല്ലേ? അത്രത്തോളം കറണ്ട് പാസ് ചെയ്താൽ മാത്രമേ അത് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അതാണ് അതിൻ്റെ ഒരു രീതി. ഇനിയിപ്പോൾ ബേസിക് ഇലക്ട്രോണിക്സിൽ ബാക്കി നിൽക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ ആണ്. റെസിസ്റ്റർ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ആണ്. കോമ്പൗണ്ടിൻ്റെ പിക്ചർ ഞാൻ അവിടെ കാണിച്ചു തരാം. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു 5 വോൾട്ട്, നമ്മൾ നേരത്തെ വോൾട്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജിൻ്റെ യൂണിറ്റ് ആണ്. വോൾട്ടേജിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട്. അപ്പോൾ ഒരു 5 വോൾട്ട് 5 വോൾട്ട് സപ്ലൈ നമ്മളിപ്പോൾ ഒരു LED കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. LED എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, നിങ്ങൾക്ക് അറിയായിരിക്കും. LED ബൾബ് അറിയാമല്ലോ. അപ്പോൾ ചെറിയ LED ബൾബ്. അപ്പോൾ ഒരു 5 വോൾട്ടിൻ്റെ LED ബൾബിലേക്ക് നമ്മളൊരു 5 വോൾട്ട് സപ്ലൈ കൊടുക്കുകയാണെന്ന് വിചാരിക്കും. പക്ഷെ അതിന് വളരെ തുച്ഛമായ കറണ്ട് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു ബാറ്ററി എന്നാണെങ്കിൽ എക്സസ് ആയിട്ട് എന്താവും, ചാർജ് അല്ലെങ്കിൽ കറണ്ട് അതിലേക്ക് ഫ്ലോ ആവും. അപ്പോൾ ആ ഒരു ഫ്ലോ തടയാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? അതിൻ്റെ ഇടയിൽ ഒരു റെസിസ്റ്റർ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെസിസ്റ്ററിൻ്റെ ഉപയോഗം അതാണ്. ഓക്കെ, അതായത് ഒരു സർക്യൂട്ടിലുള്ള കറണ്ട് ഫ്ലോ ലിമിറ്റ് ചെയ്യാനാണ് റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോഴ്സ് റെക്കോർഡ് ചെയ്ത് പോലീസുകാരെല്ലാം കള്ളനാണെന്ന്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക് ഇലക്ട്രോണിക്സ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ഇനി അങ്ങോട്ടുള്ള കോഴ്സ് നമുക്ക് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. പിന്നെ
ഇനി എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങളുടെ കൂടെ നമുക്ക് അതുകൂടെ ആഡ് ചെയ്തിട്ട് പറയാം.